Bro. Answer. Man, girl. Thank you. ഒരുപാട് നല്ല റെസ്പോൺസ് അടിപൊളിയാണ്. നിങ്ങളേക്കും കാണാൻ വേണ്ടി വന്നതാണ്. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഗംഭീരമായിട്ട് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അടിപൊളിയാണ്. വളരെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സന്തോഷം. അല്ല, ആക്ച്വലി നമ്മളൊരിക്കലും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലല്ല അത് ചെയ്തത്. പക്ഷെ പലരും നമ്മളൊരു നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു, ചിലർ പോസിറ്റീവ് ആക്കുകയും ചെയ്തു. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്തു. നമ്മൾ ഡാപ്സി ഇവരൊക്കെ ആയിട്ട് വളരെ സ്നേഹം നിലനിർത്തുന്ന ആൾക്കാരാണ്. അത്രേ പറയാനുള്ളൂ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉറപ്പായിട്ടും ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയില്ല. ഞാനൊരു ടെക്നിക്കൽ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടാണ് ഈ സിനിമ മൊത്തം കണ്ടതും. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നതും. അല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മൂവി അത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ യൂത്തും ആഗ്രഹിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കധികം പ്രായമില്ല. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ പടത്തിലേക്ക് വന്നത്. ഇല്ലല്ല, അവർക്ക് പൂജാ സെറമണിക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരല്ലേ. ആര് ഷർഫിനൊക്കെ ആണ് ഉദ്ദേശിച്ചത്? അല്ല, അവരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാ. ആരാ? റിയാസ് ഖാൻ അത് OTT ഉണ്ടാവും. അത്രേ പറയാനുള്ളൂ. കുറച്ച് പോയിട്ടുണ്ട്. അത് OTT ഉണ്ടാവും. അല്ല, നമ്മൾ പരമാവധി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സെൻസർ കറക്റ്റ്. പിന്നെ സെൻസർ അവർ മോശമായിട്ടല്ല, അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ട് അവർ പരമാവധി ചെയ്തു തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ റിക്വസ്റ്റിംഗ് മോഡായിരുന്നു. നമ്മൾ ചെയ്തു വെച്ചത് എന്താണോ, ഹനീഫ് എന്താണോ ചെയ്തു വെച്ചത്, ഉണ്ണി എന്താണോ ചെയ്തു വെച്ചത്, അത് കംപ്ലീറ്റ്ലി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ സെൻസർ ഓഫീസർ അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ടുള്ള കാര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ണു തുറന്നാ കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആക്ച്വലി അല്ലല്ല, ഫാമിലി നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല, ഇത് ഫാമിലി ഓറിയന്റഡ് വയലൻസ് സിനിമയാണ്. അത്രേ ഉള്ളൂ.